പിരിച്ച് നടത്തുന്ന അത്ഭുതമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അതിൻ്റെ പിന്നിൽ മുതലാളിമാരില്ല, വലിയ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, വർക്കേഴ്സാണ് അതിലെ ഷെയർ ഹോൾഡേഴ്സ്. വർക്കേഴ്സിൻ്റെ വരുമാനത്തിൽ നിന്നാണ് അവർ പിരിവെടുക്കുന്നത്. ഞാൻ അവിടെ പോയത് അല്ലെങ്കിലും എനിക്ക് മറക്കാൻ കഴിയില്ല. അവിടുത്തെ ഒരു അടുക്കും ചിട്ടയും, യോഗം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നതും ഭക്ഷണം വിളമ്പിത്തരുന്നതും വേറെ എവിടെയും കാണാത്ത ഒരു സിസ്റ്റം, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനം എന്ന സൊസൈറ്റിയെ പറ്റി എനിക്കന്ന് തോന്നുകയുണ്ടായി. അങ്ങനെ ഗോപാലേട്ടൻ്റെ ഈ സംഭവം, അദ്ദേഹത്തിൻ്റെ വൃദ്ധസദനത്തിൽ നിന്ന് ഒരമ്മ കുറച്ചു കാലം അവിടെ പാർത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാണ്. അന്ന് രാവിലെ മകൻ്റെ ഫോൺ വന്നു, ഗോകുലം ഗോപാലന്. മകൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സർ എന്താ പറഞ്ഞോളൂ, എന്താ അല്ല ഒന്നുമില്ല, എൻ്റെ അമ്മയെ അറിയില്ലേ, അമ്മ അവിടെയാണ്. സാർ ഇത്രയും കാലം നോക്കി, വലിയ നന്ദിയുണ്ട്. അമ്മ നാട്ടിലേക്ക് പോവാണെന്ന്. അമ്മ ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിരിക്കണേ കുറേ ദിവസമായിട്ട്. മകനെ കാണണം, പേരക്കുട്ടികളെ കാണണം. കുറേ ദിവസമായിട്ട് അമ്മ ഈ വൃദ്ധസദനത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഗോപാലേട്ടൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. മടിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞു, ഇത്രയും കാലം സാറ് നോക്കിയില്ലേ, ഇനിയുള്ള കാലം കൂടി സാറ് തന്നെ നോക്കിയാൽ നന്നായിരുന്നു, അമ്മ ഇങ്ങോട്ട് അയക്കണ്ട. ഗോപാലേട്ടൻ എന്നോട് ചോദിച്ചു, ഞാൻ ആ പാവപ്പെട്ട സ്ത്രീയോട് ഇതെങ്ങനെ പറയും? അവർ 4 ദിവസമായിട്ട് ഉടുപ്പും ഒക്കെ ഭാണ്ഡമാക്കി കെട്ടിവെച്ച് മകൻ വിളിക്കാൻ വരുന്നതും കാത്തിരിക്കുകയാണ്. മകനെ കാണാനും വീടണയാനുമുള്ള ആവേശത്തിലിരിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം നേരെ മറിച്ചാണ്. ഗോപാലേട്ടൻ പറഞ്ഞു, വേറെ ഒരു മകനൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അവിടെയാണല്ലോ ഉള്ളത്, അമ്മയെ സാറിൻ്റെ മന്ദിരത്തിൽ നോക്കുകയാണല്ലോ, നല്ല കാര്യം. ഇനിയിപ്പോൾ അമ്മയെ ഒന്ന് തിരിച്ചയച്ചാൽ നന്നായി. നോക്കണേ, 2 സംഭവം. ഒന്നൊരു മകൻ വിളിച്ചുകൊണ്ട് പറയുന്നു, പോകാനൊരുങ്ങിയ അമ്മയെ ഇങ്ങോട്ട് അയക്കണ്ട, അവിടെ തന്നെ നോക്കിയാൽ മതി. ഒന്ന് പോകാനൊരുങ്ങാത്ത മന്ദിരത്തിൽ സുഖമായിട്ട് കഴിയുന്ന അമ്മയെ മകൻ വിളിക്കുന്നു. ഗോപാലത്തിനോട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമായി മകൻ്റെ സ്വഭാവം കണ്ടപ്പോൾ. പക്ഷേ അവൻ എന്നോട് പിന്നൊരു കാര്യം പറഞ്ഞു, അതെങ്ങാനും ഞാൻ ആ അമ്മയോട് പറഞ്ഞാൽ അവർ ഹൃദയം മുട്ടി മരിച്ചു പോകും. കൊണ്ടുപോകാനുള്ള കാരണമാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, അല്ല സർ, ഇപ്പോൾ സെർവൻസിനെ കിട്ടാനില്ല, ഒരുപാട് തെരഞ്ഞു നടന്നു വീട്ടിലൊരു ജോലിക്കാരിക്ക് വേണ്ടി, എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും ഒരു സെർവൻ്റ് ഇല്ല. അപ്പോഴാണ് തോന്നിയത്, അമ്മ ഉണ്ടല്ലോ, അമ്മയെ തിരിച്ചു വിളിച്ചാൽ അതല്ലേ നല്ലത് എന്ന് ആ മഹാഭാബി എന്നോട് പറഞ്ഞു. ഗോപാലേട്ടൻ ഊണ് കഴിക്കുമ്പോൾ പറഞ്ഞ ഈ 2 സംഭവങ്ങൾ ആ ഊണിൻ്റെ കൂടെ തൊണ്ടയിൽ തങ്ങിയത് ഓർത്തുകൊണ്ട് ഞാൻ കോട്ടക്കൽ നഗരസഭയുടെ ഈ പദ്ധതിക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ, ഇത് വിപുലപ്പെടട്ടെ. മാതാപിതാക്കളെ സഹായിക്കുന്നതിനേക്കാൾ പോലും വലുതാണ് ഇന്നിവിടെ സംഘടിപ്പിച്ച പരിപാടി. അതെന്താ? മാതാപിതാക്കളെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ഞാൻ പതിവ് പോലെ മാതാപിതാക്കളെ പറ്റി പറയുന്നിടത്ത് ചൊല്ലാൻ അല്ലെങ്കിൽ ഉദ്ധരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ച ഒരു ഹിന്ദുസ്ഥാനി കവിതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് പഠിച്ചത്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണത് എൻ്റെ മനസ്സിൽ ചേക്കേറിയതെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെയും എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നത്. അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു. ഇവിടെ വന്ന മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ് ഉണ്ടാവട്ടെ, ആയുരാരോഗ്യം ഉണ്ടാകട്ടെ, എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, രോഗങ്ങളിൽ ശമനവും ആശ്വാസവും ഉണ്ടാവട്ടെ. നിങ്ങൾ പ്രത്യാശയോടെ ഇരിക്കൂ, സന്തോഷിച്ചിരിക്കൂ, മനസ്സുകൊണ്ട് ഉല്ലസിക്കൂ, ദുഃഖിക്കാതിരിക്കൂ. സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് എപ്പോഴും കരുതൂ. സമൂഹത്തിൻ്റെ ഒരു വളർച്ചയാണല്ലോ ഇത്തരം കാര്യങ്ങൾ. സമൂഹവും വളരുകയാണ്, സമൂഹം പ്രബുദ്ധമാവുകയാണ്. ഒരു ഭാഗത്ത് മാതാപിതാക്കൾ അവഗണിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് അവരുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹം ഏറ്റെടുക്കുകയാണ്.
നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത അനുദിനം വളർന്ന് വികസിക്കുകയാണ്. നമ്മുടെ ഭരണസ്ഥാപനങ്ങൾ, നമ്മുടെ ജനാധിപത്യ ക്രമം കൂടുതൽ വികസ്വരമാവുകയാണ്. കോട്ടക്കൽ നഗരസഭയെ, അതിൻ്റെ ചെയർമാനെ, സഹപ്രവർത്തകരെ, ഇവിടെ ഉള്ളവരും അല്ലാത്തവരുമായ കൗൺസിലർമാരെ, മറ്റു സഹസ്ഥാപനങ്ങളെ, അതിൻ്റെ നായകരെ, എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ പദ്ധതി വികസിപ്പിക്കുന്നതിനും ഇതുപോലുള്ള സദസ്സുകൾ ഇനിയും സ്വസ്ഥമായ സന്ദർഭങ്ങളിൽ മാതാപിതാക്കളെപ്പറ്റി പറയാൻ ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ കോട്ടക്കൽ തന്നെ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും, മാതാപിതാക്കളുടെ ദൈന്യത ആ ഹിന്ദുസ്ഥാനി കവി ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഘർ ലൗട്ട് കെ രോയേംഗെ, ഘർ ലൗട്ട് കെ രോയേംഗെ, മാം ബാപ്പ് അക്കേലെ में घर लौट के रोएंगे, माँ बाप अकेले में. മാതാവും പിതാവും വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് കരയും. മാതാവും പിതാവും വീട്ടിൽ പോയി ഒറ്റക്കിരുന്ന് കരയും. അവർ ഒറ്റക്കിരുന്ന് കരയോ? എനിക്ക് പരിചയമുള്ള എൻ്റെ നാട്ടിലെ ഒരു പിതാവ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും. എന്നെ വളരെ സ്നേഹമുള്ള ആളായിരുന്നു. അധികം പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ അധികം പറയൂല. അവിടെ എൻ്റെ നാട്ടുകാർ കാണും. അദ്ദേഹം മരിച്ചുപോയി. മക്കളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും. അവരും വിഷമിക്കണ്ട. ഞാൻ കുറച്ചുകൂടി അദ്ദേഹത്തെ പറ്റി പറയാൻ തുടങ്ങിയാൽ എൻ്റെ ഗ്രാമവാസികൾ ഈ സദസ്സിലുണ്ട്, അവർക്ക് മനസ്സിലാവും. അത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്ന വളരെ അടുപ്പുള്ള ഒരാളാണ്. ഇടയ്ക്ക് വന്നിട്ട് സ്വകാര്യം പറയാൻ ടവർ ബോൾട്ട് ഇടും. എൻ്റെ വീട്ടിൻ്റെ മുറി കയറി ടവർ ബോൾട്ട് ഇടും, സ്വകാര്യം ആരും കേൾക്കാതിരിക്കാൻ. എന്താ ഈ സ്വകാര്യം? മക്കളുടെ ഉപദ്രവം. ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ പിതാവല്ലേ, നിങ്ങളല്ലേ കുടുംബനാഥൻ, അങ്ങ് നിയന്ത്രിച്ചുകൂടെ? അതിന് മറുപടി, ഈ കവിത ഓർക്കുമ്പോഴാണ് അതൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ അവരുടെ ചെലവിലാണ്, വീട്ടിൽ അവരാണ് ചെലവ് നടത്തുന്നത്. ഓ ദൈവമേ, ചെറുപ്പത്തിൽ അന്നം കൊടുത്ത് പോറ്റി വളർത്തി എല്ലാം കൊടുത്തവൻ ആകാശം മുട്ടെ വളരുമ്പോൾ അവൻ്റെ ഒരു ശമ്പളത്തിൽ കഞ്ഞി കുടിക്കേണ്ടി വരുന്ന പാവപ്പെട്ട പിതാവേ, പാവപ്പെട്ട മാതാവേ, ഘർ ലൗട്ട് കെ രോയേംഗെ, മാം ബാപ്പ് അക്കേലെ में. വീട്ടിൽ പോയിട്ട് മാതാവും പിതാവും ഒറ്റക്ക് കരയും. മിട്ടി കെ ഖിലോനെ ഭീ സസ്തേ न थे मेले में. मिट्टी के खिलौने भी सस्ते न थे मेले में. അച്ഛനും അമ്മയും മുഖത്ത് നോക്കിക്കൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ബാപ്പി ഇമ്മയും. അങ്ങാടിയിലെ ചന്തയിലെ കളിപ്പാട്ടത്തിനെടി നല്ല വില ഉണ്ടായിരുന്നല്ലോ. എടി, ചന്തയിലെ കളിപ്പാട്ടത്തിന് മിട്ടിക്ക് ഖിലോനെ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടം, സസ്തേനഥേ, അതിന് ഒരു വിലക്കുറവുണ്ടായിരുന്നില്ല. മേലെ മേ ചന്തയിൽ, ചന്തയിലെ മണ്ണിൻ്റെ കളിപ്പാട്ടത്തിന് വില കുറവല്ലല്ലോ, നല്ല വിലയുണ്ടല്ലോ എടി. ആ വില പോലും നമ്മുടെ മക്കൾ നമുക്ക് കൽപ്പിച്ചില്ലല്ലോ എന്ന് ആ സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ, ഒരു വിവാഹം, അതിൻ്റെ രക്തത്തിൽ, രണ്ടുപേരുടെ രക്തത്തിൽ ജനിച്ച മക്കൾ. അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി. അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി. ബാപ്പ ഉമ്മയെ ഒരു സദസ്സിൽ വെച്ച് നിക്കാഹ് ചെയ്തു. അതിൽ കുറേ മക്കൾ വളർന്നു, മക്കൾ പിറന്നു.
അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി. അന്ന് നമ്മളില്ല. ഞാൻ കല്യാണ സദസ്സുകളിൽ പ്രസംഗിക്കാറില്ല, പലരും നിർബന്ധിക്കാറുണ്ട്. അപൂർവേ സംസാരിക്കാറുള്ളൂ. സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ വിവാഹം ഓർക്കേണ്ട സമയമാണിത്. അതിൽ നിന്ന് സർവശക്തനായ കാരുണ്യവാനായ ദൈവം നമ്മളെ ഉണ്ടാക്കി. അച്ഛൻ ബാപ്പ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വാതിൽ തുറന്നു. പാതിരാ സമയത്ത് ഉമ്മ അല്ലെങ്കിൽ അമ്മ, ഉമ്മ അമ്മ മ രണ്ട് ചുണ്ടും കൂട്ടിക്കൊണ്ടല്ലാതെ ലോകത്ത് ഒരു ഭാഷയിലും മാതാവിൻ്റെ പേര് പറയാൻ കഴിയില്ല. എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നു. അമ്മ, ഉമ്മ. ഹിന്ദിയിൽ മാ മാ മാതാവ്, ഇംഗ്ലീഷിൽ മദർ, അറബിയിൽ ഉമ്മ ദൈവമേ. ഈ ഭാഷകൾക്കിടയിലൊക്കെ അത്ഭുതകരമായ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. എന്നിട്ടും എന്താണ് കാരുണ്യവാനായ ദൈവമേ, നീ മക്കളെ കൊണ്ട് രണ്ട് ചുണ്ടും കൂട്ടിച്ചേർത്ത് മാത്രം മാതാവിനെ വിളിക്കാനും പഠിപ്പിച്ചത്. രാവിലെ സ്കൂളിൽ പോണ ഒരു മകൻ അമ്മയെ ചോറ്റുപാത്രം എവിടെ? മനസ്സിലാക്കാം. മകൻ വളർന്നു, ഭാര്യയായി, മക്കളായി, കല്യാണം കഴിച്ച് ഉദ്യോഗസ്ഥനായിട്ടും രാവിലെ പോകുമ്പോൾ മകൻ, അമ്മേ എൻ്റെ കുടങ്ങെടുത്തേ, അമ്മേ എൻ്റെ ആ പുസ്തകം എവിടെ, അമ്മേ എൻ്റെ കുപ്പായ എവിടെ? നീ 40 വയസ്സായാലും നിന്റെ അമ്മയെ ആശ്രയിക്കുന്നു, 60 വയസ്സായാലും നീ ആശ്രയിക്കുന്നു. ഇംഗ്ലീഷിൽ പഴമൊഴിയുണ്ട്, വിജയിക്കുന്ന ഏത് പുരുഷന്റെ പിറകിലും ഒരു സ്ത്രീയുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇംഗ്ലീഷുകാരൻ്റെ ആ വാക്കിനെ ഞാൻ അതുവരെ അംഗീകരിക്കുന്നു. വിജയിക്കുന്ന ഏതൊരു പുരുഷന്റെ പിറകിലും ഒരു സ്ത്രീയുണ്ട്. അതാണ് ഭാര്യ എന്നാണ് ഇംഗ്ലീഷുകാരൻ പറയുന്നത്. ഞാൻ പറയും, ഞാനത് തിരുത്തുന്നു. വിജയിക്കുന്ന ഏതൊരു പുരുഷന്റെ പിറകിൽ മാത്രമല്ല, വിജയിക്കുന്ന ഏതൊരു പുരുഷന്റെ പിറകിലും ഒരു സ്ത്രീയുണ്ട്. അതാണ് അമ്മ എന്ന് തിരുത്തി പറയുന്ന ഒരു നേരമാണ് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ സന്ദർഭം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അമ്മയാണ്, മദർ, മാ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, പേർഷ്യൻ ഭാഷയിലും അമ്മയെ വിളിക്കുന്നത് മാദ്രെ എന്നാണ്. മാദ്രെ, മദർ, അമ്മ, ഉമ്മ. സ്നേഹത്തിൻ്റെ അടയാളമാണ് ചുണ്ട്. അതുകൊണ്ട് വേണം മുത്തം വെക്കാൻ. ആ ചുണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് നിനക്ക് നിൻ്റെ അമ്മയെ വിളിക്കാൻ പോലും കഴിയും. ഗൾഫിൽ വലിയ കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ കുറച്ച് പ്രായമായി എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. രാത്രി പെട്ടെന്നൊരു ദിവസം വണ്ടിയെടുത്ത് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ അകത്തുനിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ശ്രദ്ധിച്ച് പോണട്ടോ. ഈ മകൻ എന്നോട് പറയാ, എനിക്ക് 50 വയസ്സായി, എന്നെ നോക്കാൻ എനിക്കറിയാം. എന്നിട്ടും എൻ്റെ ഉമ്മ, രോഗിയായ എൻ്റെ ഉമ്മ വീട്ടിൻ്റെ അകത്തുനിന്ന് വിളിച്ചു പറയണത്, മോനെ ശ്രദ്ധിച്ചു പോണേ. ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞ അതേ വാക്ക് ചെറുപ്പത്തിൽ വീട് വിട്ടുന്ന് ഇറങ്ങി നടക്കുമ്പോൾ, മോനെ ശ്രദ്ധിച്ചു പോണേ. രാത്രി സമയത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ പിതാവ് വീട്ടിൽ കടന്ന ഉടനെ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഉമ്മയോട് അഥവാ അമ്മയോട്, എൻ്റെ മോൻ ഉറങ്ങിയോ? എൻ്റെ മോൾ ഉറങ്ങിയോ? അപ്പോൾ മാതാവ് പറഞ്ഞു, ഉറക്കത്തിലാ. എവിടെ കാണട്ടെ? തൊട്ടിലേക്ക് നോക്കി, പാളി നോക്കി, സൂക്ഷിച്ചു നോക്കി, കണ്ണെടുക്കാതെ തൻ്റെ പൈതലിനെ നോക്കി. പിന്നെ പാവപ്പെട്ട പിതാവ്, താതൻ, ജനകൻ കുഞ്ഞിനെ വാരിയെടുത്തു, ഉമ്മ വെച്ചു. കാലിലല്ല, നെറ്റിയിലല്ല, കാലിൽ മുത്തം വെച്ചു. കുഞ്ഞിൻ്റെ കാല്, ഇളം കാലുകൾ, ആരുടെ? നമ്മുടെ ഇളം കാലുകൾ, നിലത്ത് നാം ചവിട്ടി നടക്കുന്ന വിരലുകൾ മൂക്കിനോട് ചേർത്ത് വെച്ച്
പിതാവ് വിതുമ്പി. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരമ്മയെ ഓർത്തു പോകുന്നുണ്ട്, ആലീസ് ടീച്ചറെ. അത് നിങ്ങളുടെ അമ്മയാണ്. ആലീസ് ടീച്ചറും പോൾ മാഷും ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്തപ്പോൾ ഞാൻ ഈ പ്രസംഗത്തിനിടയിൽ പലപ്പോഴും നിങ്ങളെ കണ്ടു ആലീസ് ടീച്ചറെ. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അമ്മയെ ഓർത്തു. എൻ്റെ അയൽപക്കത്തായിരുന്നു ആലീസ് ടീച്ചറുടെ അമ്മ പാർത്തിരുന്നത്. എൻ്റെ ഉമ്മയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എൻ്റെ ഉമ്മയെപ്പറ്റി പറയുമ്പോഴൊക്കെ ഈ സദസ്സിൽ എങ്ങനെ ആലീസ് ടീച്ചർ ഉണ്ടായി? എൻ്റെ ഉമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ആലീസ് ടീച്ചറുടെ അമ്മ. എപ്പോഴും ഇവിടെ വരും, എപ്പോഴും അങ്ങോട്ട് പോകും. അതുകൊണ്ട് ആലീസ് ടീച്ചറെ 1, 2, 3, 4, 5-ാമത്തെ വരിയിൽ ഞാൻ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൂടെ ആ ക്രിസ്ത്യാനി വേഷത്തിലെ ആ മുണ്ടൊടുത്ത്, ഇവിടൊക്കെ അതൊരു കൗതുകമുള്ള വേഷമാണ്. ഉമ്മയുടെ അടുക്കൽ എത്ര മണിക്കൂറാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാതാക്കൾ തമ്മിൽ ചേർന്നാൽ അവർക്ക് പറയാൻ എന്തൊക്കെ കഥകൾ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദായ മൈത്രിക്കാർ മാതാക്കളാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വലിയ മതേതരവാദി എൻ്റെ ഉമ്മയാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചതല്ല. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വലിയ മതേതരവാദി എൻ്റെ ഉമ്മയാണ്. ഞാൻ ആലീസ് ടീച്ചറുടെ അമ്മയെ പറ്റി പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള സരോജിനി, ഉണ്ണുനീലി, ഇവരൊക്കെ ചില സമയത്ത് വീട്ടിലാണ് കിടന്നുറങ്ങുക. ഞങ്ങളുടെ വീട്ടിലാണ് കിടന്നുറങ്ങുക. ഉമ്മ പായ കൊടുക്കും, തലയണ കൊടുക്കും, ഭക്ഷണം അവരെ കഴിപ്പിക്കും. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടതാണ്. പായ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരും സംശയിക്കില്ലല്ലോ. അവർക്ക് പായ നമുക്ക് കിടക്കുകയാണോ? അല്ല, നമുക്കൊക്കെ പായണം. ഞങ്ങളൊക്കെ കൈത ഓലയിലാണ് കിടന്ന്, നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നത്. അവർക്കും പായ ഒരു മുറിയിൽ, നമുക്കും. ചെറുപ്പത്തിൽ ഒരു ദിവസം ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഇതിൽ സരോജിനി മരിച്ചുപോയി, ഉണ്ണുനീൽ ഇപ്പോഴുണ്ട്, പാർവതി മരിച്ചുപോയി. ഉമ്മയോട് ഒരു ദിവസം ചോദിച്ചു, ഉമ്മ അവരെന്താ അവിടെ? ഉമ്മ പറഞ്ഞു, അവരിവിടെ വിരുന്ന. ഉമ്മ മരിച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ വിരുന്ന് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിത് വലിയ വലിയ സദസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ മാസത്തിലെ ഏതാനും ദിവസങ്ങളിൽ ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ പാർക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി പാർക്കേണ്ട ഒരാചാരമുണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലേ അമ്മമാരെ? അപ്പോഴാണ് സരോജിനി, ഉണ്ണിനീലും പാർവതിയും എൻ്റെ ഉമ്മയുടെ അതിഥിയാവുന്നത്. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വലിയ മതേതരവാദി സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കുടുംബ പരമ്പരയിലാണ് എൻ്റെ ഉമ്മ ജനിക്കുന്നത്. മലബാറിലെ പാണ്ഡിത്യത്തിൻ്റെ വലിയ കുടുംബമായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കുടുംബം, പൊന്നാനിയിലെ മഖ്ദൂം കുടുംബം. പക്ഷെ അവർ വളരെ സാധാരണക്കാരിയായിരുന്നു. ഒരു വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഉമ്മയുടെ കഥയല്ല, നമ്മുടെ എല്ലാ അമ്മമാരുടെയും ഉമ്മമാരുടെയും കഥയാണ്. അവ എൻ്റെ ഉമ്മയുടെ ഒരു സുഹൃത്തിനെ എൻ്റെ മനസ്സിലൂടെ ആലീസ് ടീച്ചറുടെ ഉമ്മ എത്ര തവണയാണ് അവർ വന്നും പോയി നിന്നത് ഈ സംസാരത്തിനിടയിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. പിതാവ് എത്തി മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഇളം ദേഹം തൊട്ടിലിൽ നിന്ന് പൊക്കിയെടുത്ത് കാൽവിരലുകൾ മൂക്കിനോട് ചേർത്ത് ഉമ്മ വെക്കുമ്പോൾ അക്കരക്കെത്താൻ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കരക്കെന്തിനു പോന്നാരോമൽ കുഞ്ഞേ. അച്ഛൻ ചോദിച്ചു പോയി തൻ്റെ മകനോട്, മോനെ, ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ നീയും കൂടി എന്തിന് ജനിച്ചടാ ഈ കഷ്ടപ്പാടിലേക്ക്? ആ കഷ്ടപ്പാടിലൂടെ വളർത്തിയ മാതാപിതാക്കളുടെ ഓർമ്മകളിൽ കുതിർന്ന ഈ ജീവിതം അവരുടെ ഓർമ്മകളിൽ തന്നെ ധന്യത പാലിക്കട്ടെ. നാസറിനോടും സുഹൃത്തുക്കളോടും ഇവിടെ എത്തിയ വയോധികരായ മാതാപിതാക്കളോടും പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളോടും ഞാൻ പറയുന്നു, മലയാളികൾ അലട്ടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ രോഗം ഏതാണ്? അത് ക്യാൻസർ അല്ല,
അത് നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാം. ഇന്നസെൻറ്റിൻ്റെ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അടുത്ത കാലത്ത് തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം എഴുതിയ 3 പുസ്തകങ്ങൾ ഒന്നിച്ച്. അവിടെ അദ്ദേഹം തനിക്കും തൻ്റെ ഭാര്യ ആലീസിനും ക്യാൻസർ ബാധിച്ച കഥ പറഞ്ഞു, സുഖപ്പെട്ട കാര്യം പറഞ്ഞു. ആ മലയാളികൾക്ക് അടുത്ത കാലത്ത് വലിയ ആത്മവിശ്വാസം നൽകിയ സംഗതിയാണ് ഇന്നസെൻറ്റും സഹധർമ്മിണിയും ക്യാൻസറിനെ അതിജീവിച്ചത്. വൃക്കരോഗവും മരുന്നുണ്ടെങ്കിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താം. ഹൃദ്രോഗമാണെങ്കിൽ പ്രത്യേകിച്ചും ചികിത്സിച്ച് ഭേദപ്പെടുത്താം. പക്ഷേ മരുന്നില്ലാത്ത ഒരു രോഗമുണ്ട്, മറവി രോഗം, അൽഷിമേഴ്സ്. 70 വയസ്സ് വരെ ജീവിച്ച ഒരാൾ തൻ്റെ ജീവിതം അതുവരെയുള്ളത് മറക്കുന്നു, മക്കളെ മറക്കുന്നു, ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ആരാണെന്ന് ചോദിക്കുന്നു. ഈ മറവി രോഗമാണ് ഏറ്റവും മാരകമായ രോഗം. മാതാപിതാക്കളെ അവഗണിക്കുന്നവരെ ബാധിച്ചിട്ടുള്ളത് മറവിയാണ്. ആ മറവിയിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. തുടക്കത്തിൽ ഞാൻ അത്രയേറെ സമയം സംസാരിക്കണമെന്ന് കരുതിയില്ല. പക്ഷേ എന്നോട് ഇത് സംഘടിപ്പിക്കുമ്പോൾ നാസറും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇപ്പോൾ വേദിയിൽ വെച്ചും പലപ്പോഴും പറയുകയുണ്ടായി, ഈ വിഷയത്തിൽ അല്പസമയം ദീർഘിച്ച് സംഭാഷണം നടത്തണം എന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടോ അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. വളരെ അടുത്ത ഒരാളുടെ മരണമുണ്ടായിട്ട് കൽപ്പറ്റയിൽ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു മാനസികാവസ്ഥയിൽ 4 വാക്ക് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത്. പക്ഷേ ഇത് നമ്മുടെ വികാരങ്ങളിൽ ചേർന്നൊഴുകി. നാം നമ്മുടെ ദുഃഖങ്ങൾ പങ്കിട്ടു, നാം നമ്മുടെ മാതാപിതാക്കളെ ഓർത്തു. അങ്ങനെ അല്പസമയം ഈ സംസാരം നീണ്ടുപോവുകയും ചെയ്തു. ഈ സംഗമം വരാൻ പോകുന്ന കാലത്ത് നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാ തലമുറകൾക്കും, മുതിർന്ന തലമുറയ്ക്കും ഇളയ തലമുറക്കുമെല്ലാം ജീവിത സത്യങ്ങളെ, ജീവിത ബന്ധങ്ങളെ, സർവോപരി മാതാവിനെ പിതാവിനെ തിരിച്ചറിയുന്നതിന് പ്രേരണയും പ്രചോദനവുമായി ഭവിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭമംഗളോദയം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ സൗമനസ്യത്തോടെ, വലിയ അച്ചടക്കത്തോടെ. തുടക്കത്തിൽ സ്കൂളാണല്ലോ, സ്വാഭാവികം കുട്ടികളുടെ ഒരു സംസാരമൊക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടികളൊക്കെ അതൊക്കെ മാറ്റിവെച്ച് വളരെയേറെ സഹകരിച്ചു. ആ വിദ്യാർത്ഥികളോടും സദസ്സിലുള്ള എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഹൃദയപൂർവ്വം ഞാൻ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു.